السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم كلا سوف تعلمون ثم كلا سوف تعلمون മനുഷ്യനെ ഉണർത്താനും അവനെ ചിന്തിപ്പിക്കാനും വേണ്ടി പരിശുദ്ധ ഖുർആൻ വന്നു. ആ ഖുർആൻ്റെ ഉത്ബോധനം കൊണ്ട് ധാരാളം ആളുകൾ നല്ല ജീവിതത്തിലേക്ക് കടന്നു വന്നു. ചിന്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒട്ടേറെ ഘടകങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാൻ എന്ന രാഷ്ട്രത്തെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പരിസരബോധമില്ലാതെ ഇറാൻ എന്തൊക്കെയോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ, നമ്മുടെ നാട്ടുകാർ എല്ലാ അർത്ഥത്തിലും വെപ്രാളത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ജോലിയെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ച് ആശങ്കയിലാണവർ. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അടുപ്പിൽ കത്തിക്കാൻ ഗ്യാസ് കിട്ടാതെ നമ്മളെ സഹോദരന്മാർ, നമ്മുടെ വീടുകൾ, നമ്മളെ കുടുംബങ്ങൾ, നമ്മളെ ഭാര്യമാർ പ്രയാസപ്പെടുകയാണ്. മറ്റൊരു ഭാഗത്ത് വെള്ളത്തിൻ്റെ ക്ഷാമം വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും ആരെല്ലാമോ വന്ന് വരിഞ്ഞു മുറുക്കുന്നത് പോലെ അനുഭവപ്പെടുന്ന ഒരു പ്രതീതിയിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇത്തരം സന്ദർഭങ്ങളിൽ ആവശ്യമായ കാര്യങ്ങളെപ്പറ്റി, പാലിക്കേണ്ട മര്യാദകളെപ്പറ്റി ബോധവാന്മാരാകൽ വളരെ അനിവാര്യമാണ്. ഖുർആൻ പറഞ്ഞു, അത് വേണ്ട, പിന്നീട് നിങ്ങൾ അറിയും. അധർമ്മങ്ങളുടെ പിന്നാലെ, അനാവശ്യങ്ങളുടെ പിന്നാലെ, തെറ്റുകൾക്ക് പിന്നാലെ ഓടി ധർമ്മവും സത്യവും ന്യായവും മറക്കുന്ന ആളുകളെ ഖുർആൻ ഉണർത്തുകയാണ്. പിന്നീട് നിങ്ങൾ അറിയും. അങ്ങനെയുള്ള ആ ഒരു താക്കീത്, ഖുർആൻ്റെ ആ താക്കീത് ആരോടാണ്? എന്നോടാണ്, നിങ്ങളോടാണ്, എല്ലാവരോടുമാണ്. ആ താക്കീതുകളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നാം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രഗത്ഭരായ നമ്മുടെ മുൻഗാമികൾ രക്ഷപ്പെട്ടത് വേദങ്ങളിൽ, ഖുർആനിൽ വരുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ട് അവർ വിജയിച്ചതുപോലെ നമുക്കും വിജയിക്കാൻ കഴിയണം. അനാവശ്യമായ ചിന്തകളിൽ നിന്ന്, അനാവശ്യ പ്രവർത്തനങ്ങളിൽ നിന്ന്, ധൂർത്തുകളിൽ നിന്ന്, അമിതമായ ചിലവഴിക്കലുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയുമോ? നമുക്ക് രക്ഷയുണ്ട്. ആവശ്യത്തിനും ആവശ്യമില്ലാതെയും ഹോട്ടലുകളെ അഭയം പ്രാപിച്ച് കുടുംബത്തെ മറന്ന് ഫാസ്റ്റ് ഫുഡുകളുടെ പിന്നാലെ പോകുന്ന ആളുകൾ ഇപ്പോൾ ചിന്തിക്കുകയാണ്. ഹോട്ടലുകളിൽ ഗ്യാസിൻ്റെ പ്രയാസം കൊണ്ട് എല്ലാവരും ഇന്ന് പ്രയാസപ്പെടുകയാണ്. ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് മിതമായ ചിലവഴിക്കലുകൾ നമ്മുടെ മുഖമുദ്രയാക്കി നാം മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ കനത്ത തിരിച്ചടിയാണ് വരാൻ പോകുന്നത്. യുദ്ധം അവസാനിച്ച് കിട്ടണം. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ കുട്ടികൾ, ബന്ധപ്പെട്ട ആളുകളെല്ലാം ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ വഴിയിൽ ജീവിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ചുമതലയുണ്ട്. അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.